ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് പറയാൻ കാരണം മാറാട് നിന്ന് ഈ സംഭവം രണ്ടാമത്തെ ഈ ആക്രമണം അല്ലെങ്കിൽ കൂട്ടക്കൊല നടക്കുന്ന ദിവസം മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും കല്യാണം വീടിന്റെ പാലുകാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവ സ്ഥലത്ത് നിന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ഒഴിവാക്കിയിട്ട് കടപ്പുറത്തേക്ക് കയറി വന്ന അക്രമകാരികൾ കടപ്പുറത്ത് വെറുതെ കിടന്നിരുന്നവര് വല നന്നാക്കിക്കൊണ്ടിരുന്നവര് അടക്കമുള്ള പാവപ്പെട്ട ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലുകയായിരുന്നു. പ്രായം നോക്കിയില്ല. 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവര് ഇരകളായി. 8 പേരെ വെട്ടിക്കൊന്നു. 9ാമത്തെ ഒരു മുസ്ലിം മരിച്ചത് കലാപകാരികളുടെ തന്നെ വെട്ടേറ്റിട്ടാണ്, അല്ലാതെ ആരും പ്രതിക്രിയ ചെയ്തിട്ടല്ല. അപ്പൊ ഈ കടപ്പുറത്ത് നിന്ന് ആൾക്കാര് നേരത്തെ ഉണ്ടായ മാറാട് 1ാം കലാപവുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അതിനകത്ത് പങ്കാളികളായ ആൾക്കാരെ കൊല്ലുകയാണെങ്കിൽ കലാപമായിരുന്നു എന്ന് പറയാം. ഇതല്ല, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ വ്യാപകമായി ആക്രമണം നടത്തിയിട്ട് പരമാവധി ആൾക്കാരെ കൊല്ലുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടി.കെ. വിനോദ് കുമാർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റ് വാസ് എ ഗറില്ല വാർഫെയർ എന്ന്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേജ് 153 വിനോദ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കലാപമാകുന്നത്? ഭരണ സംവിധാനം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ അൽ ഉമ്മയും NDF-ഉം അടക്കമുള്ള ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനകൾ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയാണ് മാറാട്ട് നടന്നത്.